ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന കട്ട്ലേറ്റ് ആണ്. അതിനു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ 4-5 നേന്ത്രപ്പഴം, ഉണക്കമുന്തിരി, കശുവണ്ടി, ഏലക്കായ, പിന്നെ തേങ്ങ ചിരകിയത്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഫസ്റ്റ് തന്നെ നമുക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അത് പുഴുങ്ങിയെടുക്കുന്ന ആവണ നേരം കൊണ്ട് മൈദ മിക്സ്, പിന്നെ ബ്രെഡ് ക്രംസാണ്. നമുക്ക് ഏലക്കായ പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കാം. ഒരു ചട്ടിയിൽ നെയ്യ് ഇട്ടിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇനി കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായും പഞ്ചസാരയും ഇതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ബ്രൗൺ കളർ ആവുന്ന വരെ നല്ല മിക്സ് ചെയ്യുക. അതിലേക്ക് നേന്ത്രപ്പഴം ഉടച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതാ ഇതുപോലെ ബോൾസ് ആക്കി വെച്ചതിന് ശേഷം ഒരു അടപ്പോ മൂടിയോ അതിൽ നെയ്യ് തടവിയതിന് ശേഷം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബ്രെഡ് ക്രംസും മൈദ മിക്സ് റെഡിയാണ്. ഇതാ ഇതുപോലെ ഇതിനകത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് മൈദ മിക്സിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മൈദ മുക്കി എടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും ഇട്ട് കൊടുക്കാം. നല്ലപോലെ ബ്രെഡ് ക്രംസ് എല്ലാം ആക്കിയ ശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവുന്നതാണ്. അതിപ്പോൾ നമ്മളിതെല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ബനാന കട്ട്ലേറ്റുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ ബ്രൗണിഷ് കളർ വരുമ്പോഴാണ് നമ്മളിതൊന്ന് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബനാന കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.